ശാസ്ത്രലോകം ഏറെക്കാലമായി ഭൂമിക്ക് പുറത്ത് എവിടെയെങ്കിലും ജീവനുണ്ടോ എന്നറിയാൻ നിരവധി പരീക്ഷണങ്ങൾ നടത്തിവരികയാണ്. ബഹിരാകാശത്തെ ഓരോ സംഭവങ്ങളും നിരീക്ഷിച്ച് അന്യഗ്രഹങ്ങളിൽ ജീവന്റെ സാന്നിധ്യമുണ്ടോ എന്നതറിയാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ അത്തരത്തിലൊന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റ് പല വിവരങ്ങളും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലൊന്നാണ് ശനി ഗ്രഹത്തെ സംബന്ധിച്ചുള്ള വാർത്ത. സൗരയൂഥത്തിൽ വലയങ്ങളുള്ള വമ്പൻ ഗ്രഹമായ ശനിക്ക് നിരവധി ഉപഗ്രഹങ്ങളുണ്ട്. ഇവയിൽ 6ാമത് വലിയ ഉപഗ്രഹമാണ് എൻസിലാഡസ്. ഈ ഉപഗ്രഹത്തിൽ ജീവന് നിലനിന്നു പോകാൻ സാധ്യതയുണ്ടാകാമെന്നാണ് ഗവേഷകരുടെ കണക്കുകൂട്ടൽ. എൻസെലാഡസിലെ സമുദ്രത്തിൽ ദ്രവജലവും ചില കെമിക്കലുകളും ഹൈഡ്രജനും കാർബണും നൈട്രജനും ഓക്സിജനും ഫോസ്ഫറസും സൾഫറും അടങ്ങിയിട്ടുണ്ടെന്നാണ് അനുമാനം. ജലമുള്ളയിടത്ത് ജീവന് സാധ്യത ഉണ്ടാകാമെന്ന് ശാസ്ത്രലോകം കരുതുന്നു. അതിനാൽ ഇവിടെ പര്യവേഷണത്തിനായി ഒരു റോബോട്ടിനെ തയ്യാറാക്കിയിരിക്കുകയാണ് നാസ. എൻസെലാഡസിലെ ഉപരിതലത്തിലെ കട്ടിയേറിയ മഞ്ഞിനെ മുറിച്ച് ജീവന്റെ സാധ്യത കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഇതിനായി നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയാണ് എക്സോബയോളജി എക്സ്റ്റൻഡ് ലൈഫ് സർവേയർ എന്ന റോബോട്ടിനെ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു പാമ്പിന്റെ രൂപത്തിലുള്ള റോബോട്ടാണ് ELS. 16 അടി നീളം വരെയുള്ള ഇത് കട്ടിയേറിയ എൻസെലാഡസിലെ ഐസ് പാളിയെ തുറക്കാൻ കഴിയുന്നതാണ്. വെള്ളത്തിനടിയിലും ELSന് നീങ്ങാൻ സാധിക്കും. 220 പൗണ്ടാണ് ഈ നീളൻ റോബോട്ടിന്റെ ഭാരം. റോബോട്ടിന്റെ തലഭാഗത്തിൽ എൻസെലാഡസിന്റെ പ്രതലത്തിന്റെ 3 ഡിഗ്രി മാപ്പിംഗ് നടത്താൻ ഇതിന് സാധിക്കും. ഈ ഉപഗ്രഹത്തിന്റെ പ്രതല സമ്മർദ്ദം അളക്കാനുള്ള സംവിധാനവും ഇതിലുണ്ട്. കാനഡയിലെ ജാസ്പർ ദേശീയോദ്യാനത്തിലെ അദബാസ്കയിൽ ഇതിന്റെ പരീക്ഷണം നടന്നു കഴിഞ്ഞു. ജീവന്റെ തെളിവുകളെ കണ്ടെത്താൻ ELSന് കഴിയുമെന്ന് തന്നെയാണ് നാസയിലെ ഗവേഷകർ കരുതുന്നത്.